ഗൈസ് നമസ്കാരം, എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് സ്വാഗതം. റോയൽ കരീബിയൻ്റെ വോയേജർ ഓഫ് ദ സീസ് എന്ന് പറഞ്ഞ ഈ ഒരു ഷിപ്പിനുള്ളിലെ 5-day ക്രൂസ്. ഈ ഒരു ക്രൂസിനുള്ളിലെ ഡേ 1 പാർട്ട് 2 വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പാർട്ട് 1 വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ അതുപോയി ആദ്യം കാണുക. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഫ്ലോറിഡ വരെ ഡ്രൈവ് ചെയ്തൊക്കെ വന്ന് ആ പോർട്ടിൽ നിന്ന് നമ്മൾ ഷിപ്പിൽ കയറി, പിന്നെ നമ്മൾ ചെക്കിനൊക്കെ ചെയ്ത് ഷിപ്പിൽ റൂമിലൊക്കെ പോയി ഉച്ച ആയതുകൊണ്ട് ലഞ്ചൊക്കെ പോയി കഴിച്ചു. അതിനുശേഷം സെയിൽ അവേ പാർട്ടിയിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എൻഡ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിൽ അവേ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിപ്പ് എംബാർക്കേഷൻ ഡേയിൽ നമ്മുടെ പോർട്ട് ലീവ് ചെയ്യുന്ന ആ ഒരു സമയമാണ്. അതായത് ഏകദേശം 4 മണിയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഷിപ്പ് വോയേജർ ഓഫ് ദ സീസൺ എന്ന് പറഞ്ഞ ഈ ഒരു ഷിപ്പ് ഫ്ലോറിഡയിൽ നിന്ന് പോർട്ടിൽ നിന്ന് ലീവ് ചെയ്തത്. ആ സമയത്തൊരു പാർട്ടിയുണ്ട്, സെയിൽ അവേ പാർട്ടി. അപ്പോൾ അതിലെല്ലാവരും ജോയിൻ ചെയ്ത് പാട്ടൊക്കെ ഇട്ട്, ഒരു DJയും പരിപാടിയൊക്കെ ഉണ്ട് സൈഡിൽ. ഒരു പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഡാൻസൊക്കെ ചെയ്യും. ഒരു നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയറാണ്, ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ്. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു പാർട്ടിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എല്ലാവരും വളരെ ചില്ലായിട്ടുള്ള ഒരു മൂഡിലാണ്. എല്ലാവരും ഇങ്ങനെ വെളിയിലോട്ടൊക്കെ നോക്കി, സൈഡ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പോർട്ടിൽ നിന്ന് പോയി 2 സൈഡിലും നല്ല വിഷ്വൽസ് കാണാം. ഫ്ലോറിഡയുടെ ആ ഒരു ഭംഗിയും ഇതൊക്കെ കാണാനായിട്ട് വളരെ രസകരമാണ്. കുറേ ആൾക്കാർ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, പടം എടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ അവിടെ എൻജോയ് ചെയ്യുകയാണ്. അപ്പം നല്ലൊരു ഫീലിംഗ് ആണ്. ആ ഒരു കാറ്റുമൊക്കെ അടിച്ച് ഷിപ്പിങ്ങനെ പുറകിൽ നിന്ന് പുഷ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഭയങ്കര നമുക്ക് അറിയാൻ പറ്റും, ഷിപ്പിൻ്റെ പുറകിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് കാണാം. ഇപ്പം നമ്മൾ ഷിപ്പിൻ്റെ മുകളിൽ സൈഡിലാണ്. അപ്പം എനിക്കൊരു ഐസ്ക്രീം, ഫ്രീ ആയിട്ടുള്ള ഒരു ഐസ്ക്രീമൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ മേടിച്ച് ഇങ്ങനെ ആ ഒരു സമയം ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. അതിനോടൊപ്പം പാട്ടും ഡാൻസും എല്ലാം ഉണ്ട് സൈഡിൽ കൂടെ. അവിടെ പൂളിൽ ആൾക്കാരുണ്ട്. ഇവിടെ ഇതൊരു നല്ല സമയമാണ്. നമ്മുടെ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സെയിൽ അവേ പാർട്ടി എന്ന് പറയുന്നത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു ഷിപ്പ് വളരെ വലിയൊരു ഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് 2-3 ദിവസം എടുക്കും. അപ്പോൾ 15 നില വരുന്ന ഈ ഒരു ഷിപ്പിനുള്ളിലെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോസിലൂടെ ഒക്കെ കാണാം. അപ്പം മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് അടിക്കുക. കൂടുതൽ വീഡിയോസ് പുറകെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഷിപ്പിനകത്താണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്ത് രസമാണ്. ഏകദേശം 8-10 എലവേറ്ററൊക്കെ ഉണ്ട് ഈ ഒരു ഷിപ്പിനകത്ത്. അതുപോലെ തന്നെ കുറേ സ്റ്റെയർ കേസും മുകളിലോട്ടും താഴോട്ടും ഇറങ്ങാനുള്ള പല വഴികളും, അതുപോലെ ഒരു ഷോപ്പിംഗ് മാൾ കൈൻഡ് ഓഫ് ഫീലാണ് ഈ ഒരു ഷിപ്പിനുള്ളിൽ. അതുപോലെ തന്നെ കുറേ കടകളുമുണ്ട് ഈ ഒരു ഷിപ്പിനുള്ളിൽ. നമുക്ക് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് മേടിക്കാനായിട്ട് ഏകദേശം 8-10 കടകൾ തന്നെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷിപ്പിനുള്ളിലെ വേറൊരു റെസ്റ്റോറൻറ്റ് സ്പോട്ടാണ് കാഫേ പ്രൊമനാഡ്. ഇതും നമ്മുടെ പ്രൈസിന് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിസ്സയും സ്നാക്സും കുറേ ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിച്ച് കഴിക്കാം. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൺസെറ്റൊക്കെ കാണാനായിട്ടും അതുപോലെ ഷിപ്പിൻ്റെ ആ കാറ്റും ആ ഒരു സ്പീഡും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റിയൊരു സ്പോട്ടാണ് ഇത്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ പോർട്ടൊക്കെ വിട്ടു പോയി. അപ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പം ഫുള്ള് ഒരു സീ ഫീലിംഗ് ആണ്. എന്താ അല്ലേ, നല്ല സ്പീഡിലാണ് പോകുന്നത്. സൺ സെറ്റ് ചെയ്തു. ഷിപ്പിനുള്ളിൽ പല കാഴ്ചകൾ കാണാനുണ്ട്, പല ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഒരു തിയേറ്റർ എന്ന് പറയുന്നത്, റോയൽ തിയേറ്റർ. എല്ലാ ഷിപ്പുകളിലും ഇതുപോലെ ആക്ടിവിറ്റീസും പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് റിസർവ് ചെയ്യാനായിട്ടും ഉള്ള ഒരു സംഭവമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഷോസും കോമഡി ഷോയും സിനിമകളും അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ പ്ലേ ചെയ്യാറുണ്ട്. ഗൈസ് നമുക്ക് ഇതുണ്ടോ ഗൈസ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷോസും ഇവൻസും ഒക്കെ നടക്കും. അതുമൊക്കെ കാണാനായിട്ടുള്ള സൗകര്യം ഇവിടെയുണ്ട്. കണ്ടോ, ഓരോ ദിവസവും ഓരോ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്താ അല്ലേ, ഒരു ഷിപ്പിനകത്ത് എന്തൊക്കെ പരിപാടിയാ ബേബി. ഡെസേർട്ട് ഇരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് മെയിൻ ഡൈനിങ് റൂമിൽ വരാം. ഇവിടെ ഒരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈം നമ്മൾ ചെക്കിനൊക്കെ ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതെടുക്കും. അതിനുശേഷം ഇവിടെ വന്നാൽ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഈ ഒരു സംഭവവും നമ്മുടെ ക്രൂസിൽ ഇൻക്ലൂഡഡ് ആണ്. ബൊഫെ വേണ്ടവർക്ക് അതും ഓപ്ഷനുണ്ട്. ഇരുന്ന് കഴിക്കാനുള്ള ആ ഒരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്.
അപ്പോൾ നമ്മുടെ മുറിക്കുള്ളിലൊരു ടി വി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ടി വിക്കകത്ത് പല പല കാര്യങ്ങളുണ്ട്, ന്യൂസ്, അതുപോലെ ഷിപ്പിനുള്ളിലെ കുറേ കാര്യങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതുപോലെ ഒരു മാപ്പും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെയായെന്നും ഷിപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം, അതിൻ്റെ പൊസിഷനും അതിൻ്റെ സ്പീഡും. ഇപ്പം നോക്കി കഴിഞ്ഞാൽ എത്ര സ്പീഡിലാണ് പോകുന്നത്, 19 നോട്ടിക്കൽ മൈൽസിനാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം അതുപോലെയുള്ള കാര്യങ്ങളും എല്ലാം കാണാം. അപ്പോൾ നമ്മൾ പോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ കോസ്മെൽ മെക്സിക്കോയിലോട്ട് പോകുന്ന ആ ഒരു ഡയറക്ഷനിലാണ്. അതാണ് നിങ്ങൾ ഇവിടെ ഈ കാണുന്നത്. അപ്പോൾ വൈകുന്നേരം ഏകദേശം ഡിന്നറിൻ്റെ സമയമൊക്കെ ആയി. അപ്പോൾ നമുക്ക് വിൻജാമറിലേക്ക് പോകാം. അവിടെയാണ് നമ്മളിന്ന് ഡിന്നർ കഴിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഡേ 1 നമുക്കിവിടെ റാപ്പപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ഡേ 1 ഡിന്നറാണ്. ഉണ്ടോ ഗൈസ്, ഇതെല്ലാം പേര് എഴുതിയിട്ടുണ്ട്. 2 വെജിറ്റബിൾസ്, ഉണ്ടോ ഗൈസ്. ഇവിടെ എല്ലാം നമുക്ക് സെയിം ആയിട്ടുള്ള ഫുഡ് ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം ഡെസേർട്ടിൻ്റെ സെക്ഷനാണ്. അതുപോലെ ഇവിടെ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കത്തെ സെയിം കുറേ സാധനങ്ങളും ഇവിടെ നമുക്ക് കാണാം. അവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ ഗൈസ്. ഇവിടെ എനിക്ക് തോന്നുന്നു പ്രൈം പോർക്ക് ലിയോണും പോർക്കാണ്. പിന്നെ ഇവിടെയും അഗെയിൻ ബൺസും റോൾസും എല്ലാം എല്ലായിടത്തും സെക്ഷനിലുണ്ട്. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യൻ സെക്ഷൻ പോലെ കണ്ടിട്ട് തോന്നുന്നു. അത് പപ്പടം. ഇത് തീരുന്നതിനനുസരിച്ച് അവർ ഫില്ല് ചെയ്യുന്നുണ്ട് അല്ലേ, ഓരോരോ ഡെസേർട്ട്. അതുപോലെ ഒരു ഫുൾ ഫ്രൂട്ട് സെക്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇത് സദേൺ ഫ്രൈഡ് ചിക്കനാണ്. അല്ല, സ്റ്റേക്ക് അടിപൊളിയാണ്. നിവയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ലതാണോ? അടിപൊളി. ഈ 5 ഡേ ക്രൂസിൻ്റെ ഒന്നാമത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ. ഇപ്പോൾ നമ്മൾ മുറിയിൽ വന്ന് നമ്മൾ കുളിച്ച് സെറ്റപ്പായി ഉറങ്ങാൻ പോവുകയാണ്. നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കാനാണ് പ്ലാന്, ഷിപ്പൊക്കെ ഒന്ന് കാണാനായിട്ടുമൊക്കെ. അപ്പോൾ ഡേ 1 കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. അതെല്ലാം വളരെ അടിപൊളിയായിരുന്നു. ബൊഫേ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഫുഡുകളുണ്ടായിരുന്നു, പല രീതിയിലുള്ള ഫുഡുകൾ, സാലഡ് തൊട്ട് സൂപ്പും. ഒരു നല്ലൊരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ പോയാൽ കിട്ടുന്ന രീതിയിലുള്ള എല്ലാ തരം ഫുഡുകളും ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ക്രൂസിൽ പോകുന്നത്. അപ്പം കുറേ റിസർച്ചും കാര്യങ്ങളും ഒക്കെ നടത്തി. അപ്പം ഏറ്റവും ആദ്യം കുറേ പേരുകൾ വന്നു. അതിൽ ഒരെണ്ണമായിരുന്നു റോയൽ കരീബിയൻ, അതുപോലെ കാർണിവൽ, അതുപോലെ കുറേ ബ്രാൻഡുകളുണ്ട്. അപ്പം ഓരോരുത്തരും ഓരോ റിവ്യൂസും വായിച്ച് നോക്കിയതിലൂടെ പല സൈറ്റുകളിലും പോയി അതിൻ്റെ പ്രൈസും എല്ലാം ചെക്ക് ചെയ്ത് അവസാനം റോയൽ കരീബിയൻ തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇതിൻ്റെ പ്രൈസും റീസണബിൾ ആയിരുന്നു. അതുപോലെ ഇതിൻ്റെ റീസണബിൾ ആയിട്ടുള്ള റിവ്യൂസും നല്ല രീതിയിൽ കണ്ടുകൊണ്ട് ബുക്ക് ചെയ്തതാണ്. എനിക്കിതുവരെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. പ്രത്യേകിച്ച് നമ്മൾ ബുക്ക് ചെയ്തത് 3 പേർക്ക് വേണ്ടിയാണ്. 3 പേർക്ക് കൂടെ നമുക്ക് കോസ്റ്റ് ആയിരിക്കുന്നത് $1,300 $1,400 US ആണ് ആയിരിക്കുന്നത്. അത് ഓൾ ഇൻക്ലൂസീവാണ്. നമ്മുടെ സ്റ്റേ, നമ്മുടെ ഫുഡ്, അത്രയും കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണ്. 5 ദിവസത്തെ സ്റ്റേയും ഫുഡും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, അതുപോലെ വൈകിട്ട് ഡിന്നർ,
അതുപോലെ സ്നാക്സ്, ഐസ്ക്രീം ഇതെല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് ഈ ഒരു ക്രൂസിൽ. ക്രൂസിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ പൂളുണ്ട്, വെള്ളത്തിലിറങ്ങാനുള്ള സൗകര്യമുണ്ട്, കളിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ചെയ്യാനുള്ള ഒത്തിരി അടിപൊളി കാര്യങ്ങളുണ്ട്. അപ്പോൾ താങ്ക് യു ഗൈസ്. അടുത്ത വീഡിയോസിൽ നമുക്ക് കൂടുതൽ കാണാം. ബൈ.